ഉൾക്കൊണ്ട് ഇത്തരം പ്രവർത്തനത്തിന് വലിയ പിന്തുണയാണ് നൽകുന്നത്. നമുക്കറിയാം, ഗവൺമെന്റ് പറയുന്നു വലിയ നേട്ടമാണ് KSRTC. ബഹുമാനപ്പെട്ട മന്ത്രി അദ്ദേഹം വാദോരാതെ പ്രസംഗിക്കുകയാണ്. KSRTCയുടെ 70% ഡിപ്പോകളും ലാഭത്തിലാണ്. KSRTCയുടെ 70% ഡിപ്പോകളും ലാഭത്തിലാണ് എങ്കിൽ ഞങ്ങൾ വെല്ലുവിളിക്കുന്നു, നിങ്ങൾ ഞങ്ങൾക്ക് ആ കണക്ക് തരണ്ട. കാരണം ഞങ്ങൾ നിങ്ങളോട് കണക്ക് ചോദിച്ച് മടുത്തു. നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ എന്റെ മുന്നിൽ ഇന്നത്തെ ഈ വാർത്ത സംപ്രേഷണം ചെയ്യുന്ന മാധ്യമങ്ങൾക്ക് അത് കൊടുക്കാൻ തയ്യാറാവണം. മാധ്യമങ്ങൾക്ക് KSRTCയുടെ വരവ് ചെലവ് കണക്കിന്റെ പൂർണ്ണ രൂപം കണക്ക് കൊടുക്കാൻ പറയുമ്പോ വരവത്ര ചെലവത്ര എന്നുള്ളതല്ല, എള്ളുകീറിയുള്ള കണക്ക്. എള്ളുകീറിയുള്ള കണക്ക് ഞങ്ങൾ ചോദിച്ചപ്പോൾ ഞങ്ങളുടെ ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞ എന്താണെന്നറിയാമോ? സോഫ്റ്റ്വെയർ സംവിധാനം ഡെവലപ്പ് ചെയ്യുന്നു എന്നാണ്. അതിന്റെ അമേരിക്കയിൽ നിന്നാണോ ചിക്കാഗോയിൽ നിന്നാണോ ഞങ്ങൾക്കറിയില്ല. എന്തായാലും അദ്ദേഹം പറയുന്ന കോഴിക്ക് മുലവരും പോലെയുള്ള ആ സോഫ്റ്റ്വെയർ സംവിധാനത്തിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല. ഞങ്ങൾ അതുകൊണ്ടാണ് പറയുന്നത്, ഈ സ്ഥാപനം നിലനിൽക്കേണ്ടത് ഈ സ്ഥാപനത്തിൽ പണിയെടുക്കുന്ന തൊഴിലാളികളുടെ മാത്രം ആവശ്യമല്ല. ഈ സ്ഥാപനത്തെ ആശ്രയിക്കുന്ന പൊതുജനങ്ങളുടെ പൊതു സ്വത്താണ്. ഈ പൊതുസ്വത്ത് പാർട്ടി സ്വത്താക്കി മാറ്റാനുള്ള ഒരു വലിയ പരിശ്രമം കഴിഞ്ഞ 8.5 വർഷമായി ഈ KSRTCയിൽ നടപ്പിലാക്കുന്നു എന്നുള്ളൊരു യാതൊരു തർക്കവുമില്ല. അതിന്റെ ഉദാഹരണമാണ് 44,000 തൊഴിലാളി ഉണ്ടായിരുന്നത് ഇന്ന് 22,000 തൊഴിലാളിയായി. 44,000 തൊഴിലാളിയിൽ നിന്ന് അത് 22,000 ചുരുങ്ങുന്നത് ഈ പൊതുസ്വത്ത് പാർട്ടി സ്വത്താക്കാനുള്ള ഗൂഢനീക്കമാണെന്ന് ഈ അവസരത്തിൽ ഉന്നയിക്കുകയാണ്. ഈ കണക്കുകൾ നിരത്തുമ്പോഴും കഴിഞ്ഞ ഓണക്കാലത്ത് റെക്കോർഡ് കളക്ഷനാണ് KSRTCയിൽ വന്നത്. ഈ പൊതുജനങ്ങളിൽ നിന്നും യാത്രയുടെ പേരും പറഞ്ഞ് കിട്ടിയ ഈ വലിയ തുക, അങ്ങനെ ശരാശരി 8 കോടി 9 കോടി രൂപ 9 കോടി രൂപ നേട്ടം ചിന്തിച്ചപ്പോൾ 8.5 കോടിക്ക് മുകളിൽ ഓണത്തിന് മാത്രം വരുമാനം കിട്ടി. അങ്ങനെ വരുമാനം കിട്ടിയിട്ട് പോലും ചെയ്ത ജോലിയുടെ കൂലി കൊടുക്കുന്നില്ല. എന്നോട് ഈ മാർച്ച് തുടങ്ങുന്നതിന് മുമ്പ് ഒരു മാധ്യമ പ്രവർത്തകൻ എന്നോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് എല്ലാ മാസവും ഇത്തരത്തിൽ പലതരത്തിലുള്ള സമരമുറകൾ നടത്തുന്നത്? നിങ്ങൾ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ കസേര വെച്ച് മാർച്ച് നടത്തി, നിങ്ങൾ ചങ്ങല മാർച്ച് നടത്തി, നിങ്ങൾ ചാക്ക് സമരം നടത്തുന്നു, ഇപ്പോൾ ഇതാ കുത്തുപാള സമരം നടത്തുന്നു. അടുത്ത നിങ്ങളുടെ പരിപാടി എന്താ? ഞങ്ങൾ ടാബ്ലോ കളിക്കാൻ വേണ്ടി KSRTCയിൽ വന്നവരല്ല. ഞങ്ങൾക്ക് ടാബ്ലോ കളിക്കേണ്ട കാര്യവുമില്ല. ജോലി ചെയ്ത കൂലി ജോലിക്ക് വിളിച്ചവൻ തരണം. അതാണ് മാന്യത. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ, ഒരാള് ഞങ്ങളെ വീട്ടിൽ പറമ്പ് കളയ്ക്കാൻ വിളിച്ചാൽ അവൻ തൂമ്പാതറയിൽ വെക്കും മുമ്പേ അവന്റെ കൂലി കൊടുക്കുന്ന മാന്യത കാണിക്കാൻ ഭരണവർഗം തയ്യാറാവണം. അല്ല എങ്കിൽ ഈ കുത്തുപാള സമരമല്ല, നാളെ ഇനി യാചക വേഷം കെട്ടാനും എംപ്ലോയി സംഘം മടിക്കില്ല. അത് ഈ നിയമസഭയിലേക്കോ ഒരുപക്ഷെ സെക്രട്ടേറിയറ്റിലേക്കോ ആയിരിക്കില്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അടക്കം ഗതാഗത വകുപ്പ് മന്ത്രി അടക്കം നിങ്ങളുടെ അകത്തളത്തിലേക്കായിരിക്കും എംപ്ലോയി സംഘം മാർച്ച് ചെയ്യുന്നതെന്ന് ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ രാഷ്ട്രീയ ലക്ഷ്യം വെച്ച് ഒരു സംഘടനാ പ്രവർത്തനം ചെയ്യുന്ന സംഘടനയല്ല. ഞങ്ങൾക്ക് അർഹതപ്പെട്ട ജോലിയും അതുപോലെ തന്നെ കൂലിയും തന്നാൽ, ഞങ്ങളുടെ തൊഴിലും കൂലിയും സംരക്ഷിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് വന്നാൽ ഞങ്ങൾ ഒരു സർക്കാരിനെതിരെയും ഒരു മുദ്രാവാക്യവും വിളിക്കുന്ന പ്രശ്നമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, 50 കോടി രൂപ 134 പൊതുമേഖലാ സ്ഥാപനങ്ങളുള്ളതിൽ ഇന്നിപ്പോ നമുക്കറിയാം, നമ്മുടെ ഏറ്റവും അടുത്ത് തിരുവനന്തപുരത്തുള്ള നെയ്യാറ്റിൻകരയ്ക്കടുത്ത് ഒരു കേരള ഓട്ടോമൊബൈൽസ് ഉണ്ട്. അവിടെ 1 വർഷമായി ശമ്പളം കൊടുത്തിട്ട് 1 വർഷം ശമ്പളം കൊടുക്കാതെ കേരള ഓട്ടോമൊബൈൽസിലെ ജീവനക്കാരനെ പട്ടിണിക്കിട്ട് പരവപ്പെടുത്തിയിട്ട് ഇപ്പോ ആ സ്ഥാപനത്തെ ഹിന്ദുസ്ഥാൻ ലാറ്റക്സിന് വേണ്ടി ലീസിന് കൊടുത്തിരിക്കുകയാണ്. അങ്ങനെ ഈ കേരളത്തിലെ പല പൊതുമേഖലാ സ്ഥാപനങ്ങളായാലും എണ്ണി പറയാൻ ഒരുപാടുണ്ട്. ബാംബു കോർപ്പറേഷൻ, അങ്ങനെ പല സ്ഥാപനങ്ങൾ അങ്ങനെ അന്യം നിന്ന് പോകുമ്പോൾ എന്തിനു പറയണം, നഗരസഭകൾ, 33 നഗരസഭകൾ കേരളത്തിൽ കൃത്യമായി ശമ്പളം ലഭിക്കാത്ത സ്ഥാപനങ്ങളാണ്. ഇതൊന്നും പൊതുജനം അറിയാത്തത് എന്താ? എംപ്ലോയി സംഘ് അവിടെ ഈ കാവിക്കൊടിയുടെ കരുത്തില്ലാത്തത് കൊണ്ടാണ്. ഇനി ഈ കരുത്ത് ആ സ്ഥാപനങ്ങളിലേക്ക് ഈ ചെങ്കൊടിയെ മാറ്റിപ്പിടിച്ചുകൊണ്ട് അവിടുത്തെ ജീവനക്കാർ ഈ കാവിക്കൊടിയെ നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ആവർത്തിച്ചുന്നയിക്കുന്നു, ഞങ്ങൾ പണിയെടുത്ത കൂലി അത് തരാമെന്ന് പറഞ്ഞ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞു 5-ാം തീയതി.
ഒരു പടി കൂടെ കടന്നുകൊണ്ട് കേരളത്തിന്റെ ഗതാഗത മന്ത്രി പറഞ്ഞു 1-ാം തീയതി. അത് ഞങ്ങളിതാ ഇന്നിപ്പോ തീയതി 8-ആയി. ഈ രണ്ട് ബഹുമാന്യരായിട്ടുള്ള ആളുകളും കേരള സമൂഹത്തോടും കൂടിയാണ് ഈ വാക്ക് പറഞ്ഞത്. ഈ വാക്ക് പാലിച്ചില്ല എങ്കിൽ നമ്മുടെ ഈ സമരം പ്രഹസനമല്ല എന്നും ഞങ്ങളുടെ ശമ്പളം അത് കൃത്യമായി ലഭിക്കാത്ത പക്ഷം ഞങ്ങൾ സമരമുറകൾ പല രീതിയിലേക്ക് മാറ്റുമെന്നും അതുപോലെ തന്നെ ഇന്ന് ഇവിടെ ഈ നിയമസഭയിലേക്ക് നടത്തിയ മാർച്ച് അതിന്റെ ഒരു സൂചനയാണെന്നും കൂടി പറഞ്ഞുകൊണ്ട് ഈ നടത്തുന്ന എംപ്ലോയീസ് സംഘം നടത്തിയ പ്രതിഷേധ ധർണ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നിങ്ങൾക്ക് ഏവർക്കും സ്നേഹ നമസ്കാരം. ഈ പരിപാടി KSU എംപ്ലോയീസ് സംഘ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ്. നമസ്കാരം. ഇന്നിവിടെ കൂടിയിരിക്കുന്ന നിങ്ങൾക്കറിയാം, എല്ലാ മാസവും നിയമസഭയുടെ മുമ്പിലും അതോടൊപ്പം സെക്രട്ടേറിയറ്റ് മുമ്പിലും ചീഫ് ഓഫീസറുടെ മുമ്പിലും അതുപോലെ മണ്ണ് വാരിത്തുന്നും അതോടൊപ്പം മണ്ണിലെഴുതും മണ്ണിലുണ്ടും ഓരോ മാസവും ശമ്പളത്തിന് വേണ്ടി ഈ സർക്കാരിന്റെ മാനേജ്മെന്റിന്റെ മുമ്പിൽ കൈനീട്ടി നാണം കെട്ട് കൊത്തുപോളെടുത്ത അവസ്ഥയിലാണ് ഇപ്പോൾ KSRTC ജീവനക്കാർ. ആ ജീവനക്കാരാണ് ഇന്ന് ഈ സർക്കാരിന് മുമ്പിൽ ഇനിയെങ്കിലും ഈ KSRTC ജീവനക്കാർക്ക് വേണ്ടി നിങ്ങളുടെ കണ്ണു തുറക്കൂ. നിങ്ങൾ അവർക്ക് ശമ്പളം നൽകണമെങ്കിൽ അത് കൃത്യസമയത്ത് തന്നെ നൽകാനുള്ള ഒരു മനസ്സ് കാണിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് അവരുടെ ദാരിദ്ര്യ അവസ്ഥയാണ് ഈ കുത്തുപാളയിലൂടെ ഇന്ന് ഈ നിയമസഭയുടെ മുമ്പിൽ എംപ്ലോയീസ് സംഘം നേതൃത്വത്തിൽ 50 കോടി രൂപ ശമ്പളം നൽകുന്നതിലേക്ക് വേണ്ടി ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനത്തിന്റെ KSRTC നൽകുന്നു എന്നുള്ളത് ഞങ്ങൾ വിസ്മരിക്കുന്നില്ല. ഞങ്ങൾക്ക് പറയാനുള്ളത് 5000 കോടി രൂപ സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം നൽകാൻ വേണ്ടി സർക്കാർ കണ്ടെത്തുമ്പോൾ, അത് പൊതു ഖജനാവിൽ നിന്ന് കണ്ടെത്തുമ്പോൾ 50 കോടി രൂപ ബേസിക് പേ മാത്രം ശമ്പളമായി നൽകി ആ ശമ്പളത്തിൽ എന്നും മുടക്കി തൊഴിലാളികൾ പലയാവർത്തി സമരം ചെയ്യുന്നതിന് ശേഷം മാത്രം വിതരണം. അതേസമയം 70% വരുന്ന KSRTC യൂണിറ്റുകൾ ലാഭത്തിലാണ് എന്ന് തീരുമാനം. അപ്പോൾ BMSന്റെ കുത്തുപാള സമരമാണ് അടുത്ത ഇന്നത്തെ നിയമസഭയിലെ സംഭവം. അതെ BMSന്റെ ഓക്കെ വണ്ടിയിലാണ് ബഹുമാനപ്പെട്ട KSG എംപ്ലോയീസ് സംഘം തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ഭാരവാഹികളെ, പ്രിയപ്പെട്ട മാധ്യമപ്രവർത്തകരെ, അതിലേറെ പ്രിയപ്പെട്ട കേരളത്തിൽ സുരക്ഷ നിൽക്കുന്ന പ്രിയപ്പെട്ട എന്റെ സഹോദരിമാരായ പോലീസുകാരെ, പ്രിയപ്പെട്ട എന്റെ പോലീസ് സഹോദരങ്ങളെ, ഏവർക്കും സാദര നമസ്കാരം. സാക്ഷര കേരളം, സുന്ദര കേരളത്തിൽ നാളിതുവരെ കാണാത്ത വ്യത്യസ്തമായ സമരവുമായി കേരളത്തിലെ PSC പരീക്ഷ ലക്ഷോപലക്ഷം പേരിൽ നിന്ന് നിങ്ങളെപ്പോലെ ഗവൺമെന്റ് സർവീസ് എന്ന രീതിയിൽ KSRTCയിൽ പണിക്ക് വന്ന തൊഴിലാളികൾ അവരുടെ അന്നത്തിന് വേണ്ടി കുത്തുപാള എടുക്കുന്ന സമരമായി ഇവിടെ നടക്കുന്നതും, ഈ സമരത്തിന്റെ സ്വാഗതം പറഞ്ഞതിലേക്ക് വേണ്ടിയിട്ട് സൗത്ത് ജില്ലാ സെക്രട്ടറി ശ്രീ പത്മകുമാറിനെ ക്ഷണിക്കുകയാണ്. ധീരരായ സമരഭടന്മാരെ, KSRTCയെ സ്നേഹിക്കുകയും KSRTC ഈ നാടിന് അത്യാവശ്യം ഇരുത്തുകയും ചെയ്യുന്ന ബഹുമാനപ്പെട്ട കക്ഷികളെ,
ഞങ്ങളെ ശ്രമിക്കുന്ന മാധ്യമങ്ങളെ, ഈ സമരപരിപാടിയുടെ നിയന്ത്രണം ഏറ്റെടുത്തിരിക്കുന്ന ബഹുമാനപ്പെട്ട പോലീസ് ഓഫീസേഴ്സ്, KST എംപ്ലോയീസ് സംഘിന്റെ തിരുവനന്തപുരം റവന്യൂ ജില്ലയുടെ ആഭിമുഖ്യത്തിൽ 8 വർഷക്കാലമായി ഭരണം KSRTCയിലെ തൊഴിലാളികൾക്ക്. നമസ്കാരം. ഇന്നിവിടെ കൂടിയിരിക്കുന്ന നിങ്ങൾക്കറിയാം, എല്ലാ മാസവും നിയമസഭയുടെ മുമ്പിലും അതോടൊപ്പം സെക്രട്ടേറിയറ്റ് മുമ്പിലും ചീഫ് ഓഫീസറുടെ മുമ്പിലും അതുപോലെ മണ്ണ് വാഴ്ത്തുന്നും അതോടൊപ്പം മണ്ണിലെഴുതും മണ്ണിലുണ്ടും ഓരോ മാസവും ശമ്പളത്തിന് വേണ്ടി ഈ സർക്കാരിന്റെ മാനേജ്മെന്റിന്റെ മുമ്പിൽ കൈനീട്ടി നാണം കെട്ട് കൊത്തുപോളെടുത്ത അവസ്ഥയിലാണ് ഇപ്പോൾ KSRTCയിലെ ജീവനക്കാർ. ആ ജീവനക്കാരാണ് ഇന്ന് ഈ സർക്കാരിന്റെ മുമ്പിൽ ഇനിയെങ്കിലും ഈ KSRTC ജീവനക്കാർക്ക് വേണ്ടി നിങ്ങളുടെ കണ്ണു തുറക്കൂ. നിങ്ങൾ അവർക്ക് ശമ്പളം നൽകണമെങ്കിൽ അത് കൃത്യസമയത്ത് തന്നെ നൽകാനുള്ള ഒരു മനസ്സ് കാണിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് അവരുടെ ദാരിദ്ര്യ അവസ്ഥയാണ് ഈ കുത്തുപാളയിലൂടെ ഇന്ന് ഈ നിയമസഭയുടെ മുമ്പിൽ എംപ്ലോയീസ് സംഘിന്റെ നേതൃത്വത്തിൽ ഞങ്ങളുടെ ഗതി വരുമെന്നും പറഞ്ഞുകൊണ്ട് ഈ പ്രതിഷേധ ധർണയുടെ നന്ദി പറയുന്നതിന് വേണ്ടിയിട്ട് തിരുവനന്തപുരം വെസ്റ്റ് ജില്ലാ സെക്രട്ടറി. വാർത്തകളും വിശേഷങ്ങളും അവസാനിക്കുന്നില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരെ ഏവർക്കും നന്ദി, നമസ്കാരം.